ജോൺ ബ്രിട്ടാസ് എംപിയുടെ വാർത്താ സമ്മേളനമായിരുന്നു കണ്ണൂരിൽ. ജോൺ മുണ്ടക്കയം എഴുതിയ ഒരു ലേഖനത്തിൽ നടത്തിയ വെളിപ്പെടുത്തൽ, അതുമായി ബന്ധപ്പെട്ട് വാർത്തകൾ വിവാദം രൂപപ്പെട്ടപ്പോൾ അതിൻ്റെ സത്യസ്ഥിതിയാണ് ഇപ്പോൾ ജോൺ ബ്രിട്ടാസ് കണ്ണൂരിൽ വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കിയത്. ജോൺ ബ്രിട്ടാസ് ഇപ്പോൾ സൂചിപ്പിച്ചൊരു പ്രധാനപ്പെട്ട കാര്യം, എം പി സൂചിപ്പിച്ചൊരു പ്രധാനപ്പെട്ട കാര്യം, മുണ്ടക്കയത്തിന് ഈ കഥ എവിടെ നിന്നാണ് കിട്ടിയതെന്ന് അറിയില്ല, പാതി മാത്രം ആണ് മുണ്ടക്കയം പറഞ്ഞതിലെ ശരി എന്ന് സൂചിപ്പിച്ചുകൊണ്ട് തിരുവഞ്ചൂരിനെ അങ്ങോട്ട് വിളിക്കുകയായിരുന്നില്ല, അല്ലെങ്കിൽ മുണ്ടക്കയത്തെ അങ്ങോട്ട് വിളിക്കുകയായിരുന്നില്ല എന്ന് സൂചിപ്പിച്ചുകൊണ്ട് തന്നെ ചെറിയാൻ ഫിലിപ്പിൻ്റെ ഫോണിലേക്ക് തിരുവഞ്ചൂരിൻ്റെ കോൾ വന്നതും അങ്ങനെ സംസാരിച്ചതും അതിനുശേഷം തിരുവഞ്ചൂരിനെ കണ്ടതും തിരുവഞ്ചൂരുമായി സംസാരിച്ച ശേഷം മുഖ്യമന്ത്രിയെ കാണുകയും മുഖ്യമന്ത്രിക്കൊപ്പം വന്ന കുഞ്ഞാലിക്കുട്ടിയും തിരുവഞ്ചൂരും ഉണ്ടായിരുന്നു. ഇതിനെല്ലാം ആദ്യത്തെ കൂടിക്കാഴ്ച, തിരുവഞ്ചൂരുമായുള്ള കൂടിക്കാഴ്ചയ്ക്കും തിരുവഞ്ചൂരിൻ്റെ കോൾ വന്നത് ചെറിയാൻ ഫിലിപ്പിൻ്റെ ഫോണിലാണ്. ആ ഫോണാണ് കൈമാറി ജോൺ ബ്രിട്ടാസ് സംസാരിച്ചത്. ഇതിനെല്ലാം സാക്ഷിയായി ഇന്ദിരാഭവനിൽ ചെറിയാൻ ഫിലിപ്പുണ്ട് എന്നതുകൂടിയാണ് പറഞ്ഞത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, തിരുവഞ്ചൂരിൻ്റെ ഒരു നിർദ്ദേശം നടപ്പാക്കുക എന്ന നിലയിലല്ല ഇതിനെ കാണേണ്ടത്. തിരുവഞ്ചൂരിന് ആഭ്യന്തരമന്ത്രി എന്ന നിലയിൽ ആ വലിയ സമരം, തീക്ഷ്ണമായ സമരം എങ്ങനെയും അവസാനിപ്പിക്കണം എന്ന നിലയിലാണ് സംസാരിച്ചത്. അങ്ങനെ സംസാരിച്ച ഘട്ടത്തിൽ ആ വിവരം CPM നേതൃത്വവുമായി പങ്കുവെക്കുകയായിരുന്നു. CPM നേതൃത്വം പറഞ്ഞത്, നിങ്ങൾക്കവരുമായി സംസാരിക്കുന്നതിൽ അപാകതയൊന്നുമില്ല, അവർ പറയുന്നത് എന്താണെന്ന് കേൾക്കൂ എന്ന ഒരു നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ. പക്ഷേ CPM വളരെ വ്യക്തമായ ഒരു രാഷ്ട്രീയ നിർദ്ദേശം നൽകിയത്, ഒരു കാര്യത്തിൽ വിട്ടുവീഴ്ചയിൽ അത് വളരെ കൃത്യമായി വേണ്ടതാണ്. സോളാർ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് ഉയർന്ന കാര്യങ്ങളിൽ സോളാർ തട്ടിപ്പിൽ മാത്രം അന്വേഷണം നിൽക്കുകയും എന്ന നിലയിലേക്ക് മാത്രം ഒരു ജുഡീഷ്യൽ അന്വേഷണം എന്നത് ഒട്ടും സ്വീകാര്യമല്ല. ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിക്കുകയും ആ ജുഡീഷ്യൽ അന്വേഷണത്തിൽ അക്കാലത്ത് കേരളത്തിൽ ഏറ്റവും അധികം ചർച്ച ചെയ്ത സോളാർ തട്ടിപ്പുമായി ബന്ധപ്പെട്ട മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടിയുടെ പല പങ്ക്, അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഓഫീസിൻ്റെ പങ്ക്, ഇത് ഈ അന്വേഷണത്തിൽ ഉണ്ടാകണം. അതിലാണ് യഥാർത്ഥത്തിൽ ആ സമരം ഏറ്റവും ശക്തമായി വന്നത്. ആ ഒരു ദുർഭരണം എന്ന നിലയിൽ CPIM-ഉം LDF-ഉം ഏറ്റെടുത്ത സമരം, ആ സമരത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം അറിയിക്കുകയും തിരുവഞ്ചൂരിലൂടെ അറിയിക്കുകയും, പക്ഷേ തിരുവഞ്ചൂരിനത് മുഖ്യമന്ത്രി അറിയിക്കുന്നതിന് അതിൻ്റേതായ ബുദ്ധിമുട്ട് സ്വാഭാവികമായും കാണും എന്ന് തന്നെയാണ് അദ്ദേഹം സൂചിപ്പിച്ചത്. കാരണം മുഖ്യമന്ത്രിയുടെ ഓഫീസും ഉൾപ്പെടണം എന്ന CPIM-ൻ്റെ നിർദ്ദേശം, LDF-ൻ്റെ നിർദ്ദേശം അവതരിപ്പിക്കുന്നതിലെ വൈമുഖ്യം ഉള്ളതുകൊണ്ട് തന്നെയാവണം തിരുവഞ്ചൂർ മുഖ്യമന്ത്രിയുമായി കാണണം എന്നൊരു നിർദ്ദേശം മുന്നോട്ട് വെച്ചത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ പാർട്ടി നേതൃത്വത്തിൻ്റെ കൂടി അനുമതിയോടുകൂടി തന്നെയാണ് മുഖ്യമന്ത്രിയെ കണ്ടത്. കുഞ്ഞാലിക്കുട്ടി അവിടെ ഉണ്ടായിരുന്നു. ആദ്യം വൈമനസ്യമുണ്ടായിരുന്നു അത്തരമൊരു രാഷ്ട്രീയ ആവശ്യത്തെ, സമരരംഗത്ത് ഉന്നയിച്ച ഏറ്റവും പ്രധാനപ്പെട്ട CPIM-ൻ്റെ ആവശ്യത്തെ അംഗീകരിക്കാൻ മുഖ്യമന്ത്രിക്ക് വൈമനസ്യമുണ്ടായിരുന്നു എന്നതടക്കം ഉണ്ടായിരുന്നു. പക്ഷേ അംഗീകരിക്കേണ്ടി വന്നു ഉമ്മൻചാണ്ടിക്ക്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഏറ്റവും പ്രധാനമായി CPM പറഞ്ഞത്, ഇത് സമൂഹത്തോട്, ജനങ്ങളോട് പ്രഖ്യാപിക്കാൻ സർക്കാർ സന്നദ്ധമാവണം എന്ന മറ്റൊരു നിർദ്ദേശമുണ്ടായിരുന്നു. ആ നിർദ്ദേശവും അംഗീകരിച്ചുകൊണ്ട് ഉമ്മൻചാണ്ടി വാർത്താ സമ്മേളനം നടത്തി. ആ വാർത്താ സമ്മേളനത്തിന് ശേഷമാണ് ആ സമരം അവസാനിപ്പിച്ചത്. സമരം അവസാനിപ്പിച്ചുകൊണ്ട് സംസാരിച്ചതും CPM-ൻ്റെ അക്കാലത്തെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന പിണറായി വിജയനായിരുന്നു എന്നും അദ്ദേഹം സൂചിപ്പിച്ച് സംസാരിക്കുകയായിരുന്നു, മറുപടി പറയുമായിരുന്നു. അപ്പോൾ പാതി സത്യം പാതി മാത്രം ശരിവെച്ച് കഥ വളരെ ഒരു ട്വിസ്റ്റ് അവതരിപ്പിച്ച്, എന്തിനാണ് ഇങ്ങനെ ഒരു ട്വിസ്റ്റ് മുണ്ടക്കയം അവതരിപ്പിച്ചത് എന്ന് മനസ്സിലാകുന്നില്ല. എന്നിട്ട് എന്തുകൊണ്ടാണ് അക്കാലത്ത് ഇത്രയും സ്തോഭജനകമായൊരു വാർത്ത കയ്യിലുണ്ടായിരുന്നിട്ടും എന്തുകൊണ്ടാണ് മനോരമയുടെ തിരുവനന്തപുരത്തെ പ്രധാനിയായിരുന്ന മുണ്ടക്കയം എന്തുകൊണ്ടത് പത്രത്തിൽ നൽകിയില്ല എന്നത് മലയാള മനോരമയും കൂടി ആലോചിക്കേണ്ടതാണ് എന്നതടക്കമുള്ള പല കാര്യങ്ങളും അദ്ദേഹം സൂചിപ്പിച്ചു. ഈ പ്രഖ്യാപനത്തിന് ശേഷം ഉമ്മൻചാണ്ടി അന്ന് ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിച്ചതിന് ശേഷമാണ് 16-ാം തീയതി മന്ത്രിസഭാ യോഗം ചേർന്ന് ഈ പ്രഖ്യാപനം ക്യാബിനറ്റ് തീരുമാനമായി മാറുന്നത് എന്നതുപോലെയുള്ള വസ്തുതകളാണ് ഈ വിവാദത്തിന് മറുപടിയായി ജോൺ ബ്രിട്ടാസ് ഇപ്പോൾ കണ്ണൂരിൽ അല്പസമയം മുമ്പ് അവസാനിച്ച വാർത്താ സമ്മേളനത്തിൽ വിശദീകരിച്ച് വ്യക്തമാക്കി അവതരിപ്പിച്ചത്. അദ്ദേഹത്തിൻ്റെ തന്നെ ചില വാക്കുകളിലേക്ക് പോകാം. മുണ്ടക്കയം ഇങ്ങനെ എഴുതിയതിലെ തെറ്റുകൾ, മുണ്ടക്കയം പറഞ്ഞത് തെറ്റാണ്. മുണ്ടക്കയത്തിൻ്റെ ഫോണിലേക്ക് ജോൺ ബ്രിട്ടാസ് വിളിച്ചിട്ടില്ല. മാത്രവുമല്ല, തിരുവഞ്ചൂരിൻ്റെ ഫോൺ ചെറിയാൻ ഫിലിപ്പിൻ്റെ ഫോണിലേക്ക് വരികയും അതേ തുടർന്ന് സംസാരിക്കുകയുമായിരുന്നു. തിരുവഞ്ചൂരിനെയും അങ്ങോട്ട് വിളിക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടില്ല എന്ന നിലയിൽ ജോൺ ബ്രിട്ടാസ് MP ഈ കാര്യങ്ങൾ വിശദീകരിക്കുകയായിരുന്നു കണ്ണൂരിൽ വാർത്താ സമ്മേളനത്തിൽ. ജോൺ മുണ്ടക്കയുമായിട്ട് ഞാൻ ഈ സോളാർ വിഷയം ചർച്ച ചെയ്തു എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ഭാവനയുടെ ഭാഗമാണ്. യഥാർത്ഥത്തിൽ ജോണുമായിട്ട് അങ്ങനെ യാതൊരുവിധ ചർച്ചയും നടത്തിയിട്ടില്ല. യഥാർത്ഥത്തിൽ സംഭവിച്ചത്, തിരുവഞ്ചൂർ രാധാകൃഷ്ണനാണ് എന്നെ ബന്ധപ്പെടുന്നത്. അന്ന് അദ്ദേഹം ആഭ്യന്തരമന്ത്രിയാണ്. അദ്ദേഹം എന്നെ നേരിട്ടല്ല ബന്ധപ്പെട്ടത്. ഇന്ന് കോൺഗ്രസ്സിലുള്ള വളരെ പ്രധാനപ്പെട്ട നേതാവായിട്ടുള്ള കോൺഗ്രസിൻ്റെ മാധ്യമ സമിതി അധ്യക്ഷൻ കൂടിയായ
ചെറിയാൻ ഫിലിപ്പിൻ്റെ ഫോണിലാണ് ബന്ധപ്പെട്ടത്. ഞാൻ കൈരളിയുടെ ഓഫീസിൽ ഇരിക്കുമ്പോൾ ചെറിയാൻ ഫിലിപ്പിൻ്റെ ഫോണിൽ അദ്ദേഹം സംസാരിച്ച ശേഷം ആ ഫോണാണ് എനിക്ക് ചെറിയാൻ ഫിലിപ്പ് കൈമാറുകയും അദ്ദേഹം ഈ സോളാർ വിഷയത്തെക്കുറിച്ചുള്ള സമരത്തെക്കുറിച്ചും അതിൽ സർക്കാർ ഏത് നിലയ്ക്കുള്ള ഒത്തുതീർപ്പിന് തയ്യാറാണെന്നും പ്രതിപക്ഷത്തിൻ്റെ ആവശ്യങ്ങൾ അംഗീകരിക്കാൻ തയ്യാറാണെന്നും ദയവ് ചെയ്ത് എന്തെങ്കിലും നിർദ്ദേശങ്ങളുണ്ടെങ്കിൽ അത് അറിയിക്കണമെന്നും CPM നേതൃത്വത്തെ തൻ്റെ ഈ മനോഗതം അറിയിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെടുകയാണ് ചെയ്തത്, നിർദ്ദേശിക്കുകയാണ് ചെയ്തത്. അല്ലാതെ ജോൺ മുണ്ടക്കയത്തെ ഞാൻ വിളിക്കുകയോ തിരുവഞ്ചൂർ രാധാകൃഷ്ണനെ ഞാൻ വിളിക്കുകയോ ചെയ്യുന്ന സംഭവമില്ല. ഞാനവിടെ പോയതൊരു മാധ്യമപ്രവർത്തകൻ എന്ന നിലയിലില്ല. ഇപ്പം എൻ്റെ ഒരു റോള് അവിടെ CPM പ്രവർത്തകൻ, അത് മാത്രമല്ല തിരുവഞ്ചൂർ അഭ്യർത്ഥിച്ച പ്രകാരമുള്ളതാണ്. ഞാൻ കൈരളി TVയുടെ മാനേജിംഗ് ഡയറക്ടറും CPMൻ്റെ ഒരു പ്രവർത്തകനുമാണ്. അതിനുശേഷം തിരുവഞ്ചൂരുമായിട്ടുള്ള കൂടിക്കാഴ്ച ശേഷം തിരുവഞ്ചൂരിൻ്റെ താല്പര്യപ്രകാരമാണ് ഞാൻ ഉമ്മൻചാണ്ടിയെ കണ്ടത്. അന്ന് ഉമ്മൻചാണ്ടിയെ കാണുമ്പോൾ അന്ന് തിരുവഞ്ചൂരിനെ കൂടാതെ കുഞ്ഞാലിക്കുട്ടി അവിടെ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന് അറിയാം, അദ്ദേഹത്തിനോട് ചോദിച്ചാൽ മതി. മുഖ്യമന്ത്രിയെ കൂടിക്കാഴ്ച കുഞ്ഞാലിക്കുട്ടി സാഹിബ് ഉണ്ടായിരുന്നു. മുഖ്യമന്ത്രിയെ കാണുമ്പോൾ കുഞ്ഞാലിക്കുട്ടി ഉണ്ടായിരുന്നു, തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഉണ്ടായിരുന്നു. ഇതൊക്കെ വളരെ കൃത്യമായിട്ട് പറയാം. എന്താ കാരണം വെച്ചാൽ ഈ രണ്ടാൾക്കാരും ഇന്നുണ്ട്. ഈ പറഞ്ഞ ജുഡീഷ്യൽ അന്വേഷണം മാത്രം പോരാ, ജുഡീഷ്യൽ അന്വേഷണത്തിൻ്റെ പരിധിയിലേക്ക് മുഖ്യമന്ത്രിയുടെ ഓഫീസ് കൂടി വരണമെന്നുള്ളതാണ് CPM നേതൃത്വത്തിൻ്റെ നിലപാട്, അല്ലെങ്കിൽ ഇടതുപക്ഷ നിലപാട് എന്നുള്ള കാര്യം ഞാൻ അവരെ അറിയിക്കും. ഇപ്പോൾ കണ്ണൂരിൽ നിന്ന് സന്തോഷ് നമ്മൾക്കൊപ്പം ചേരുന്നുണ്ട്. സന്തോഷ്, ഇതിൽ ഒന്നാമത്തെ കാര്യം, ജോൺ മുണ്ടക്കയം എന്ന മാധ്യമപ്രവർത്തകൻ വിരമിച്ച ശേഷം ആ വാരികയിൽ എഴുതിയതിൽ പാതി മാത്രമാണ് ശരി. അദ്ദേഹത്തിൻ്റെ ഫോണിലേക്ക് ജോൺ ബ്രിട്ടാസ് MPയുടെ കോൾ പോയിട്ടേയില്ല, ഇങ്ങനൊരു അഭ്യർത്ഥനയും നടത്തിയിട്ടില്ല. അത് കേവലം പറഞ്ഞു പോവുകയല്ല, പിന്നീട് സംഭവിച്ചത് എന്താണെന്ന് പറയുകയും ആ സംഭവിച്ചതിലൊക്കെ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, ഉമ്മൻചാണ്ടി ജീവിച്ചിരിപ്പില്ല, തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ശരിവെക്കാവുന്ന തരത്തിൽ അദ്ദേഹവും ജോൺ ബ്രിട്ടാസും തമ്മിൽ നടത്തിയിട്ടുള്ള സംഭാഷണങ്ങൾ, അതുതന്നെയും ഇങ്ങോട്ടാണ് കോൾ വന്നത്, അങ്ങോട്ടേക്കൊരു ഒരു അഭ്യർത്ഥന പോയതോ ഒന്നുമല്ല. തുടർന്ന് തിരുവഞ്ചൂരിൻ്റെ നിർദ്ദേശപ്രകാരം, അഭ്യർത്ഥന പ്രകാരം ആണ് ജോൺ ബ്രിട്ടാസ് മുഖ്യമന്ത്രിയെ കാണുന്നത്. അത് ആ കൂടിക്കാഴ്ചയ്ക്ക് കുഞ്ഞാലിക്കുട്ടിയും ഉണ്ടായിരുന്നു. ഇതിലേറ്റവും ശ്രദ്ധേയമായൊരു കാര്യം, അദ്ദേഹം മാധ്യമപ്രവർത്തകനായിരിക്കുമ്പോഴും ഈ സർക്കാരിൻ്റെ ഒരു വലിയ ആധി, ഈ വലിയ സമരം അവസാനിപ്പിക്കണം എന്ന വലിയ ആവശ്യം ആഭ്യന്തരമന്ത്രി അവതരിപ്പിച്ചപ്പോൾ അത് ജോൺ ബ്രിട്ടാസ്, കൈരളിയുടെ മാനേജിംഗ് ഡയറക്ടറായിരിക്കുന്ന ജോൺ ബ്രിട്ടാസ് CPM നേതൃത്വത്തെ ഇത് അറിയിക്കുന്നു. അദ്ദേഹം പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യം, മാധ്യമപ്രവർത്തകൻ എന്ന നിലയിലല്ല, CPM പ്രവർത്തകൻ എന്ന നിലയിൽ CPM നേതൃത്വത്തെ സർക്കാർ അറിയിച്ചത് ധരിപ്പിച്ച് അവിടെ നിന്ന് ലഭിച്ച നിർദ്ദേശമടക്കം, അതായത് ജുഡീഷ്യൽ അന്വേഷണം വേണം, മുഖ്യമന്ത്രിയുടെ ഓഫീസ് അതിൽ ഉൾപ്പെടണം, അത് പരസ്യമായി പ്രഖ്യാപിക്കണം എന്ന് സമരരംഗത്ത് നിൽക്കുന്ന ഒരു പാർട്ടി, ആ പാർട്ടിയുടെ തീരുമാനം ആ പാർട്ടി പ്രവർത്തകൻ എന്ന നിലയിൽ ജോൺ ബ്രിട്ടാസ് അത് സർക്കാരിനെ അറിയിക്കുന്നു. അതും മുണ്ടക്കയം എഴുതി പിടിപ്പിച്ചതും തമ്മിൽ വലിയ വ്യത്യാസമുണ്ടല്ലോ. തീർച്ചയായും ശരത്, ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യത്യാസം ജോൺ മുണ്ടക്കയം പറഞ്ഞത് നമുക്ക് എങ്ങനെയെങ്കിലും ഈ സമരം അവസാനിപ്പിക്കട്ടെ എന്ന് ചോദിച്ചുകൊണ്ട് ജോൺ ബ്രിട്ടാസ് എന്നെ ബന്ധപ്പെട്ടു. അതിനുശേഷം ഞാൻ UDFൻ്റെ നേതാക്കന്മാരുമായി ബന്ധപ്പെട്ട് ഈ കാര്യം സംസാരിച്ചു എന്നാണ്. എന്നാൽ ജോൺ ബ്രിട്ടാസ് MP വളരെ കൃത്യമായ വിശദീകരണം നൽകിയിട്ടുണ്ട്. ഇക്കാര്യത്തിൽ അങ്ങോട്ടേക്ക് ജോൺ മുണ്ടക്കയത്തെ ഒരു തരത്തിലും ബന്ധപ്പെട്ടിട്ടില്ല, അത് അദ്ദേഹത്തിൻ്റെ ഭാവന മാത്രമാണ്. യഥാർത്ഥത്തിൽ സംഭവിച്ചത് ഈ സമരം അവസാനിപ്പിക്കേണ്ടത് സർക്കാരിൻ്റെ ആവശ്യമായിരുന്നു. ഈ സമരം അവസാനിപ്പിക്കാൻ എന്ത് വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാണ് എന്ന് പറഞ്ഞുകൊണ്ട് അന്നത്തെ ആഭ്യന്തരമന്ത്രിയായ തിരുവഞ്ചൂർ രാധാകൃഷ്ണനാണ് തന്നെ ബന്ധപ്പെട്ടത്. അതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. മറ്റൊരു കാര്യം, ഇപ്പോൾ ചെറിയാൻ ഫിലിപ്പ് അന്ന് കൈരളി TVയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന സമയത്താണ് ചെറിയാൻ ഫിലിപ്പിൻ്റെ ഫോണിലേക്കാണ് തിരുവഞ്ചൂർ ആദ്യം വിളിക്കുന്നത്. ആ ഫോണിലൂടെയാണ് ജോൺ ബ്രിട്ടാസ് MP ഈ കാര്യം തിരുവഞ്ചൂരുമായി സംസാരിക്കുന്നത്. അന്ന് CPM മുന്നോട്ട് വെച്ചിട്ടുള്ള ആവശ്യങ്ങൾ ഈ ജുഡീഷ്യൽ അന്വേഷണം നടത്തണം, മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ ഉൾപ്പെടുത്തണം എന്നതുൾപ്പെടെയുള്ള ആവശ്യങ്ങളായിരുന്നു. ഇത് തിരുവഞ്ചൂരിനെ അറിയിക്കുകയും ചെയ്തു. ആ സമയത്ത് തിരുവഞ്ചൂർ പറഞ്ഞു, ഇതെനിക്ക് ഒറ്റയ്ക്കെടുക്കാൻ കഴിയുന്ന തീരുമാനമല്ല, കാരണം മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ ജുഡീഷ്യൽ അന്വേഷണത്തിൻ്റെ പരിധിയിൽ ഉൾപ്പെടുത്തണമെങ്കിൽ അത് മുഖ്യമന്ത്രി കൂടി അറിഞ്ഞ് അദ്ദേഹത്തിൻ്റെ അനുമതി കൂടി അതിന് വേണ്ടതാണ്. അങ്ങനെ മുഖ്യമന്ത്രിയുമായി നേരിട്ട് ഈ കാര്യം സംസാരിക്കണം എന്ന് തിരുവഞ്ചൂർ ആവശ്യപ്പെട്ടു. അതിന്റെ അടിസ്ഥാനത്തിൽ സന്തോഷ്, അതിനിടയിൽ ചെറിയ ചെറിയ സ്പ്ലിറ്റ്സിൽ ചില കാര്യങ്ങൾ പറഞ്ഞു പോകുന്നത് നല്ലതായിരിക്കും എന്ന് തോന്നുന്നു. ഒന്ന്, മുണ്ടക്കയത്തെ ജോൺ ബ്രിട്ടാസ് വിളിച്ചിട്ടില്ല. തിരുവഞ്ചൂർ ചെറിയാൻ ഫിലിപ്പിൻ്റെ ഫോണിലൂടെ വിളിക്കുന്നു. ചെറിയാൻ ഫിലിപ്പിനോട് സംസാരിച്ച ശേഷം കൈരളിയുടെ ഓഫീസിൽ വെച്ച് ആ ഫോൺ ജോൺ ബ്രിട്ടാസിന് കൈമാറുന്നു. അദ്ദേഹം സംസാരിക്കുന്നു. സമരം തീർക്കാൻ സർക്കാർ സന്നദ്ധമാണ്, അതിന് എന്താണ് പ്രതിപക്ഷ ആവശ്യം, പ്രതിപക്ഷത്തിൻ്റെ ഡിമാൻഡ് എന്താണ് എന്ന് ജോൺ ബ്രിട്ടാസിനോട് സംസാരിക്കുന്നു. സർക്കാർ അത് CPMനെ അറിയിക്കുന്നു. തിരുവഞ്ചൂർ തുടർച്ചയായി വിളിക്കുന്ന സാഹചര്യം പോലും ഉണ്ടായി എന്നാണോ?
തീർച്ചയായും തിരുവഞ്ചൂർ അതിനുശേഷം തുടർച്ചയായി ഇക്കാര്യം സമരം ഒത്തുതീർപ്പാക്കാൻ ഏത് തരത്തിലുള്ള വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാണെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പലതവണ ബന്ധപ്പെട്ടു ഫോണിലൂടെ എന്നാണ് ജോൺ ബ്രിട്ടാസ് എം പി പറഞ്ഞത്. അതിൻ്റെ അവസാനമായിട്ടാണ് മുഖ്യമന്ത്രിയെ കൂടി കാണാം. അതായത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ ഓഫീസിനെ ഉൾപ്പെടുത്തണം എന്നുള്ളത് CPIM-ന്റെ ആവശ്യമായിരുന്നു. ആ ആവശ്യം തനിക്ക് ഒറ്റയ്ക്കെടുക്കാൻ കഴിയുന്ന തീരുമാനമല്ല, മുഖ്യമന്ത്രി കൂടി അറിയണം എന്ന് തിരുവഞ്ചൂർ ആവശ്യപ്പെട്ടു. അങ്ങനെ തിരുവഞ്ചൂരാണ് ജോൺ ബ്രിട്ടാസിനോട് അഭ്യർത്ഥിക്കുന്നത് മുഖ്യമന്ത്രിയുടെ മുൻപാകെ ഈ കാര്യം കൂടി അവതരിപ്പിക്കണം. അങ്ങനെയാണ് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയെ അന്ന് ഈ തിരുവഞ്ചൂരിനൊപ്പം ജോൺ ബ്രിട്ടാസും അന്ന് ഈ പറയുന്ന ചെറിയാൻ ഫിലിപ്പും അവിടെ എത്തിയപ്പോൾ PK കുഞ്ഞാലിക്കുട്ടിയും ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ജോൺ ബ്രിട്ടാസ് പറഞ്ഞത്. അവിടെ എത്തി മുഖ്യമന്ത്രിയോട് ഇക്കാര്യം അവതരിപ്പിച്ചു. മുഖ്യമന്ത്രി അതിന് സമ്മതം മൂടുകയും ചെയ്തു. ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ കൂടി അന്വേഷണ പരിധിയിൽ ഉൾപ്പെടുത്താമെന്ന് പറഞ്ഞ് സമ്മതം മൂടുകയും ചെയ്തു. ഈ കാര്യം CPIM-ന്റെ നേതൃത്വത്തെ ജോൺ ബ്രിട്ടാസ് MP അറിയിച്ചു. അതൊരു CPM പ്രവർത്തകൻ എന്നുള്ള രീതിയിൽ തൻ്റെ കടമ അവിടെ അവസാനിച്ചു. മറ്റു കാര്യങ്ങൾ ചെയ്തിട്ടുള്ളത് അത് CPM നേതൃത്വമാണ്. ആ കാര്യത്തെക്കുറിച്ച് ഇപ്പോൾ തനിക്ക് എന്താണ് CPM നേതൃത്വം പിന്നീട് അങ്ങോട്ടേക്ക് ചെയ്തത് എന്നുള്ള കാര്യം പറയേണ്ടുന്ന ചുമതലപ്പെട്ട വ്യക്തിയല്ല താൻ, അത് പാർട്ടി നേതൃത്വമാണ് പറയേണ്ടത്. പിന്നീട് മുന്നണിയുമായി സംസാരിച്ചിരുന്നോ മറ്റേതെങ്കിലും തരത്തിലുള്ള ചർച്ചകൾ നടത്തിയിരുന്നു എന്നുള്ളത് പാർട്ടി നേതൃത്വമാണ് പറയേണ്ടത്. തന്നിൽ അന്ന് ഉണ്ടായിരുന്ന ഒരു ഉത്തരവാദിത്വം താൻ CPM പ്രവർത്തകനാണ്. മറ്റൊരു കാര്യം, അന്ന് CPIM-ന്റെയും LDF-ന്റെയും നേതാക്കന്മാരെല്ലാം സമരമുഖത്തായിരുന്നു. സമരമുഖത്ത് രാപ്പകൽ സമരം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ആ ഘട്ടത്തിൽ അവരെ ചിലപ്പോൾ ബന്ധപ്പെടാൻ കഴിയാത്തത് കൊണ്ടാകാം തിരുവഞ്ചൂർ ഒരു പാർട്ടി പ്രവർത്തകൻ എന്നുള്ള രീതിയിൽ തന്നെ ബന്ധപ്പെടുകയും ഈ കാര്യങ്ങൾ സർക്കാരിന് സമരം തീർക്കാനുള്ള എല്ലാ തരത്തിലുള്ള വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാണെന്ന് ആവശ്യപ്പെടുകയും ചെയ്തത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ാണ് മുഖ്യമന്ത്രിയെ കാണുകയും ഈ കാര്യങ്ങൾ സംസാരിക്കുകയും ചെയ്തത്. മറ്റൊന്ന്, ഈ ജോൺ മുണ്ടക്കയത്തിൻ്റെ വെളിപ്പെടുത്തലിന് ശേഷം പല മാധ്യമങ്ങളും പറയുന്നത് അത് നേരത്തെ തന്നെ പ്രഖ്യാപിക്കപ്പെട്ടതാണ് ഈ ജുഡീഷ്യൽ അന്വേഷണം എന്നുള്ള കാര്യം ചൂണ്ടിക്കാട്ടുന്നു. അതും തെറ്റാണെന്നാണ് ജോൺ ബ്രിട്ടാസ് പറഞ്ഞത്. ഈ കാര്യങ്ങൾക്ക് ശേഷം സമരം അവസാനിപ്പിച്ചതിന് ശേഷമാണ് ക്യാബിനറ്റ് യോഗം ചേരുകയും അതിൻ്റെ കൃത്യമായ തെളിവുകൾ മാധ്യമപ്രവർത്തകർക്ക് പരിശോധിക്കാം എന്നാണ് അദ്ദേഹം പറഞ്ഞത്. മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ ഉൾപ്പെടെ ഇതിൽ അന്വേഷണ പരിധിയിൽ കൊണ്ടുവരാനുള്ള തീരുമാനമെടുത്തത്. ഒരു സമരമാകുമ്പോൾ പലതരത്തിലുള്ള ആവശ്യങ്ങൾ മുന്നോട്ട് വെക്കും. അതിൻ്റെ എല്ലാ ആവശ്യങ്ങളും അംഗീകരിച്ചുകൊണ്ടല്ല പലപ്പോഴും സമരം അവസാനിപ്പിക്കാറുള്ളത്. ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യങ്ങൾ അംഗീകരിക്കപ്പെടുമ്പോൾ സാധാരണഗതിയിൽ സമരം അവസാനിപ്പിക്കാറുണ്ട്. അത് തന്നെയാണ് ഇവിടെയും സംഭവിച്ചിട്ടുള്ളത്. അപ്പോൾ മാധ്യമങ്ങൾ ചോദിച്ചത് ഈ രാജ്യ ആവശ്യത്തിൽ നിന്ന് പിന്നോക്കം പോയത് പ്രവർത്തകർക്ക് വലിയ ക്ഷീണമുണ്ടാക്കിയില്ലേ, അല്ലെങ്കിൽ അവമതിപ്പുണ്ടാക്കിയില്ലേ എന്ന ചോദ്യമാണ് ഉന്നയിച്ചത്. അതിന് ജോൺ ബ്രിട്ടാസ് MP നൽകിയ മറുപടി, ഇപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് പല തരത്തിലുള്ള സമരങ്ങൾ നടന്നു. മുഖ്യമന്ത്രി രാജിവെച്ചിട്ടാണോ ഈ സമരം അവസാനിപ്പിച്ചത് എന്ന് ഏതെങ്കിലും UDF-ന്റെ നേതാക്കന്മാരോട് ചോദിക്കാൻ മാധ്യമങ്ങൾ തയ്യാറായിട്ടുണ്ട്. ഒരു സമരത്തിന് അതിൻ്റേതായിട്ടുള്ള രീതിയുണ്ട്. അതായത് സമരം ആരംഭിച്ചു കഴിഞ്ഞാൽ പല ആവശ്യങ്ങളും സമരക്കാർ മുന്നോട്ട് വെക്കും. ഒരുപക്ഷെ എല്ലാ ആവശ്യങ്ങളും അംഗീകരിക്കപ്പെടണമില്ല എങ്കിൽ കൂടിയും പ്രധാനപ്പെട്ട ആവശ്യങ്ങൾ അംഗീകരിക്കപ്പെട്ട് കഴിഞ്ഞാൽ സമരം അവസാനിപ്പിക്കുക എന്നുള്ളത് തന്നെയാണ് സാധാരണ നിലയിൽ ചെയ്യാറുള്ള കാര്യം. ഇവിടെയും അതാണ് സംഭവിച്ചത്. ഇതിൽ തൻ്റെ ഒരു റോൾ എന്ന് പറയുന്നത് ഒരു CPM പ്രവർത്തകൻ എന്നുള്ള രീതിയിൽ അന്ന് ആഭ്യന്തരമന്ത്രിയായ തിരുവഞ്ചൂർ തന്നെ ബന്ധപ്പെട്ട് ഏത് വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാണ്, സമരം അവസാനിപ്പിക്കണം എന്നാവശ്യപ്പെട്ടു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ തിരുവഞ്ചൂരിനോടും സർക്കാർ അന്ന് ഇടതുപക്ഷത്തിൻ്റെ ആവശ്യം അറിയിച്ചു. അത് അവർ അംഗീകരിക്കാൻ തയ്യാറായ കാര്യം CPM നേതൃത്വത്തെ അറിയിച്ചു. CPM മറ്റ് ചർച്ചകളിലേക്ക് കടന്ന കാര്യം CPM ആണ് മറുപടി പറയേണ്ടത്. അതുകൊണ്ട് ജോൺ മുണ്ടക്കയം പറഞ്ഞത് മുഴുവൻ ഭാവനാ സൃഷ്ടിയാണ്. ഒരു തരത്തിലും ജോൺ മുണ്ടക്കയം ഈ ഒരു സംഭവത്തിൽ പങ്കാളിയായിട്ടേ ഇല്ല എന്നുള്ളതാണ്. അത് അദ്ദേഹത്തിൻ്റെ പുസ്തകം വിറ്റഴിക്കാനുള്ള പല തന്ത്രങ്ങളും ഇന്നത്തെ കാലത്ത് ഉപയോഗിക്കുന്നുണ്ട്. അതിന്റെ ഭാഗമായിരിക്കാം എന്നാണ്.